വരുന്ന മഴക്കാലത്തെയും വേനൽക്കാലത്തെയും അടിസ്ഥാനമാക്കി തന്നെയായിരുന്നു കേരളീയ ട്രഡീഷണൽ വീടുകൾ നമ്മൾ നിർമ്മിച്ചിരുന്നത്. എന്നാൽ മാറിയ ഈ കാലത്തിൽ കേരളത്തിലുടനീളം നമ്മൾ നോക്കിയാൽ പലതരത്തിലുള്ള ആർക്കിടെക്ചർ രീതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിർമ്മിച്ച വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും. മഴക്കാലത്ത് സ്ലാബിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതും വേനൽക്കാലമാകുമ്പോൾ പൂപ്പൽ പിടിക്കുന്നതുമെല്ലാം കേരള ട്രഡീഷണൽ രീതി വിട്ട് മറ്റ് ആർക്കിടെക്ചർ രീതികൾ നമ്മൾ പിന്തുടരുന്നതിന്റെ ഫലമായാണ്. കേരളീയ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ നിർമ്മിച്ച ഒരു പക്ക ട്രഡീഷണൽ വീടാണ് ബഡ്ജറ്റ് ഹോംസിന്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ അപർണ ഷിബിൻ. ബഡ്ജറ്റ് ഹോംസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മനസ്സിൽ ആഗ്രഹിച്ച പോലത്തെ ഒരു വീട് ബിൽഡിംഗ് ഡിസൈൻസ് ഞങ്ങൾക്ക് ആക്കി തന്നു. നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു വീടായിരുന്നു. ഇന്റീരിയറും പിന്നെ ഈ ഫോൾ സീലിംഗും എല്ലാത്തിനെയും പറ്റി നല്ല അഭിപ്രായം. അപ്പോൾ നമ്മൾ ഹാപ്പിയാണ്. താങ്ക്സ് ടു ബിൽഡിംഗ് ഡിസൈനേഴ്സ്. 1477 ചതുരശ്ര അടിയിൽ കണ്ണൂരിലെ വലിയന്നൂരിൽ ശ്രീ ഗുരുരാജ് ശ്രീമതി ആര്യ ദമ്പതികൾക്കായി നിർമ്മിച്ച ഗീതാ നിവാസ് എന്ന ഈ വീടിന് 3 കിടപ്പുമുറികളാണുള്ളത്. ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വീട്ടുടമസ്ഥർ ബിൽഡിംഗ് ഡിസൈനേഴ്സിനെ സമീപിക്കുമ്പോൾ ഏകദേശം അവരുടെ തറപ്പണി പൂർണ്ണമായും കഴിഞ്ഞിരുന്നു. ഈ കഴിഞ്ഞ തറയുടെ മുകളിലേക്കുള്ള പ്ലാനിൽ വേണ്ട വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ട്രഡീഷണൽ രൂപഭംഗിയിലേക്ക് മാറ്റിയെടുക്കുകയായിരുന്നു ബിൽഡിംഗ് ഡിസൈനേഴ്സ് പിന്നീട് ചെയ്തത്. വൈറ്റും ഐവറിയും ചേർന്ന കളർ കോമ്പിനേഷനിലാണ് വീടിന്റെ എക്സ്റ്റീരിയർ ഒരുക്കിയിരിക്കുന്നത്. പഴയ വീടുകളെ അനുസ്മരിക്കുന്ന വിധത്തിലുള്ള ഒരു നീളൻ വരാന്തയാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. അതിലായിട്ട് മൊത്തത്തിൽ 6 പില്ലേഴ്സ് ആണ് വരുന്നത്. അതെല്ലാം തന്നെ കോപ്പർ ടെക്സ്ചർ കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഒരു വീടിന്റെ എക്സ്റ്റീരിയർ മനോഹരമാക്കുന്നതിന് അതിന്റെ റൂഫിംഗ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം പക്ക ട്രഡീഷണൽ രീതിയിലാണ് ഇതിന്റെ റൂഫിംഗ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒറ്റ നോട്ടത്തിൽ ക്ലേ ടൈൽ ആണെന്ന് തോന്നുമെങ്കിലും ഇവിടെ കോൺക്രീറ്റ് ഓടുകളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. റൂഫിംഗിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും മഴവെള്ളം പ്രോപ്പറായിട്ട് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ റെയിൻ വാട്ടർ ഗട്ടേഴ്സ് വീടിന്റെ ചുറ്റോറും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു ഏരിയ മനോഹരമാക്കുന്നതിനായിട്ട് ഒരു പ്രത്യേക ഡിസൈനിലുള്ള തൂവാല കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അടുക്കളയുടെ ഭാഗത്തുള്ള മുറ്റത്താണ്. ഇവിടെ നിന്ന് നോക്കി നമുക്ക് കാണാൻ കഴിയും അടുക്കളയുടെ മുകളിലായിട്ട് ഈ റൂഫിംഗിന്റെ ഭാഗത്തായിട്ട് നമ്മൾ വാട്ടർ ടാങ്കിന് വേണ്ടിയിട്ട് GIന്റെ ഒരു സ്റ്റാൻഡ് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. സാധാരണ ഒരു കോൺക്രീറ്റ് വീടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലൊരു സ്റ്റാൻഡിന്റെ ആവശ്യം വരികയില്ല. GI ഉപയോഗിച്ച് ട്രസ് വർക്ക് ചെയ്ത ഒരു വീടായതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സ്റ്റാൻഡ് നൽകിയിട്ടാണ് ഇവിടെ വാട്ടർ ടാങ്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മൾ കാണുന്ന വീടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അല്പം വീതി കൂടിയ രീതിയിൽ 45 സെന്റിമീറ്ററോളം ത്രെഡ് വരുന്ന 2 സ്റ്റെപ്പുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ 2 സ്റ്റെപ്പുകൾക്കും ഈ വരാന്തയിൽ ഉടനീളം നൽകിയിരിക്കുന്ന ഇരിപ്പിടത്തിനുമായിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്ലോറിംഗിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് കൊണ്ട് ബോർഡർ കൊടുത്തിട്ട് അകത്തെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഗ്രേ ഷെയ്ഡ് വരുന്ന ടൈലാണ് ഫ്ലോറിംഗിൽ നൽകിയിരിക്കുന്നത്. നമ്മൾ സീലിംഗിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജിപ്സം ബോർഡ് ഉപയോഗിച്ചിട്ടുള്ള ചെറിയ ബ്ലോക്കുകളായിട്ടാണ് ഈ വരാന്തയിലെ സീലിംഗ് കൊടുത്തിരിക്കുന്നത്. അതിന് വുഡൻ കളർ കൊടുത്തിട്ട് 2 സൈഡിലുമായിട്ട് ചെറിയ LED ലൈറ്റുകൾ കൂടി നൽകിയിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ എത്തുന്നത് 2 വാളിയുടെ പ്രധാന വാതിലിലേക്കാണ്. അതിനായിട്ടൊരു ആന്റിക്കിന്റെ ഡിസൈൻ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള 2 ഹാൻഡിൽസ് ആണ് 2 ഡോറിനുമായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വരാന്തയിൽ വരുന്ന നമ്മളെ ഫ്രണ്ട് പോർഷനിലേക്ക് വരുന്ന എല്ലാ ജനലുകളും വലിയ സൈസിൽ വരുന്ന ജനലുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വുഡന്റെ ബോർഡർ ഡിസൈൻ കൊടുത്തിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ് ആണ് ഈ വരാന്തയിലുടനീളം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ വീടിന്റെ പ്രധാന വാതിലിന്റെ കട്ടിള ഇരുൾ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ്. വാതിൽ തേക്ക് കൊണ്ട് നിർമ്മിച്ചത്. അപ്പൊ നമുക്ക് വീടിന്റെ അകത്തേക്ക് കടന്നു നോക്കാം. വളരെ മനോഹരമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. 6 പേർക്കോളം ഇരിക്കാൻ പറ്റുന്ന ഒരു കോർണർ സോഫയാണ് ഇവിടെ ലിവിംഗ് സ്പേസിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടീപ്പോയും അവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ ഒരു ഭാഗത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വാളിൽ കൊടുത്തിരിക്കുന്ന പ്രൊഫൈൽ ലൈറ്റ് ആണ്. ഇപ്പൊ നമ്മൾ കൂടുതലായിട്ടും കാണുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ആണ് ഈ പ്രൊഫൈൽ ലൈറ്റ്. കുറേ അധികം ലൈറ്റ് നമുക്ക് കിട്ടുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. അതായത് നമ്മൾ നേരെ ഈ സോഫ ഏരിയയിൽ നിന്ന് കാണുന്ന രീതിയിലാണ് ഇവിടെ TV സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ പൂജ ഏരിയയും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം തന്നെ അലുമിനിയം ഫാബ്രിക്കേഷനിൽ ഒരു വുഡൻ കോമ്പിനേഷനിൽ വരുന്ന രീതിയിലാണ് ഈ ഒരു ടിവിയുടെ താഴെയുള്ള സ്റ്റോറേജ് സ്പേസും പൂജാ ഏരിയയും എല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്.
ലിവിംഗ് ഏരിയയോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഈ വീടിന്റെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കിച്ചണിലേക്ക് കടക്കുന്നതും ഡൈനിങ് ഏരിയയിലേക്ക് കടക്കുന്നതുമായിട്ടുള്ള ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്ത പാർട്ടീഷൻ വാൾ വളരെ മനോഹരമായ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ട TV ഏരിയയിൽ കൊടുത്തിരിക്കുന്ന അതേ അലുമിനിയം ഫാബ്രിക്കേഷനിൽ വുഡൻ ഡിസൈൻ വരുന്ന രീതിയിൽ, അതും വൈറ്റ് കളർ കോമ്പിനേഷനും വരുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ 6 പേർക്ക് ഇരിക്കാവുന്ന ഒരു ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ വിസ്താരമുള്ള ഒരു ഡൈനിങ് സ്പേസ് തന്നെയാണത്. അതിനോട് ചേർന്ന് തന്നെ ഒരു വാഷ് ഏരിയയും സെറ്റ് ചെയ്തിരിക്കുന്നു. ഈ വീടിന്റെ ഒരു പ്രധാന ഹൈലൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ബേ വിൻഡോ പറയാൻ പറ്റും. 5 പോളി ജനലുകളാണ് ഈ ബേ വിൻഡോയ്ക്ക് കൊടുത്തിട്ടുള്ളത്. എന്താ എടുത്തു പറയേണ്ട സവിശേഷത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രധാന വാതിലിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ബേ വിൻഡോ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതിവിടെ ക്രമീകരിച്ചതിലൂടെ നല്ല എയർ സർക്കുലേഷൻ നമുക്ക് ഉറപ്പാക്കാൻ കഴിയും. നല്ല കാറ്റ് വീശുന്ന ഒരു ഏരിയയാണ്. പിന്നെ ഈ ബേ വിൻഡോന്റെ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് 3 പോർഷനിലല്ല, ഈ 2 സൈഡ് കട്ട് ചെയ്തിട്ട് ചെരിഞ്ഞൊരു ഇതിലാണ് ഈ വിൻഡോന്റെ ഒരു പൊസിഷൻ വരുന്നത്. അപ്പൊ അതിലൂടെ തന്നെ എല്ലാ സൈഡിലൂടെയും വീടിന്റെ അകത്തേക്ക് നല്ല രീതിയിലുള്ള എയർ സർക്കുലേഷൻ ഉറപ്പാക്കുന്നതിന് ഈ ബേ വിൻഡോ സഹായിക്കുന്നുണ്ട് എന്ന് നിസ്സംശയം പറയാൻ പറ്റും. നമ്മുടെ ലിവിംഗ് ഏരിയയോട് ചേർന്നിട്ടുള്ള കിടപ്പുമുറിയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നമ്മളെ ഈ വീടിന്റെ ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാൻ പറ്റുന്ന ഒരു കിടപ്പുമുറിയാണിത്. 12x13 സൈസിലാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും ഈ കോട്ടിട്ടതിന്റെ ആ ഭാഗത്തായിട്ട് കാണുന്ന വിൻഡോ നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് ഫേസ് ചെയ്യുന്ന ആ ഫുൾ സൈസ് വരുന്ന 3 പാളിയുടെ ഒരു വിൻഡോ ആണ്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ നോർമൽ വിൻഡോസും കൊടുത്തിരിക്കുന്നു. നമ്മളിവിടെ GIന്റെ വിൻഡോസ് ആണ് ബെഡ്റൂംസിലെല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രണ്ട് ഏരിയയിലെല്ലാം വുഡിന്റെ പാളികൾ കൊടുത്തപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളിൽ GIയുടെ വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം കൊടുത്തിരിക്കുന്നത്. അലുമിനിയം ഫാബ്രിക്കേഷൻ ഡോർസ് ആണ് ഇവിടെ ബാത്റൂംസിന് നൽകിയിരിക്കുന്നത്. ഈ വീടിന്റെ ഡൈനിങ് ഏരിയയോട് ചേർന്നിട്ടുള്ള കിടപ്പുമുറിയിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. ഇവിടെ വാതിലിന് കൊടുത്തിരിക്കുന്നത് FRP റെഡിമെയ്ഡ് ഡോർസ് ആണ്. ഈ വീടിന്റെ 3 കിടപ്പുമുറികളും ഉപയോഗിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള വാതിലുകളാണ്. 11 സൈസിൽ കൊടുത്തിരിക്കുന്ന ഈ കിടപ്പുമുറിയിൽ അത്യാവശ്യത്തിന് വിസ്താരമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയും കിടക്കയുടെ ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ട് ഒരു 3 പാളിയുടെ ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ റെഡിമെയ്ഡ് അലമാറയും ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ്സിംഗ് ഏരിയ വേറെ കൊടുത്തിട്ട് ബാത്റൂം ഈ ഒരു സൈഡിലേക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് ഒരു പാളിയുടെ ജനലും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകം ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫാൾ സീലിംഗ് ഡിസൈൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് കിച്ചണിലേക്ക് കടക്കുന്ന ഈ ഒരു പാസേജിൽ നിന്നിട്ടാണ് നമ്മൾ ഈ 3ാമത്തെ കിടപ്പുമുറിയിലേക്കുള്ള ഡോർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വിസ്താരത്തോട് കൂടിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമും 11x12 സൈസിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഇവിടുത്തെ കോട്ടും എല്ലാം നോക്കി നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൽ കണ്ടതുപോലെ തന്നെ ഒരു സെറ്റ് ആയിട്ടുള്ള പീസാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് 3 പാളിയുടെ ഒരു വിൻഡോയും നമ്മുടെ ഒരു പോക്കറ്റ് ഏരിയ പോലെ നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെയായിട്ട് ഒരു വിൻഡോയും അവിടെ നിന്ന് തന്നെയാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കുള്ള ഡോറും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് കിച്ചണിലേക്ക് വരുന്ന ഈ ഒരു പാസേജിലായിട്ടാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും മറ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കാണാൻ കഴിയും ഇവിടെ 2 ചെയർസും അതേപോലെ 2 ഹാങ്ങിങ് ലൈറ്റ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിവിംഗ് ഏരിയയുടെയും ഡൈനിങ് ഏരിയയുടെയും ഭാഗത്തായിട്ട് കണ്ട പാർട്ടീഷൻ വാളിൽ കൊടുത്ത പോലെ തന്നെ വുഡണും വൈറ്റും കളർ കോമ്പിനേഷനിൽ വരുന്ന അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ഒരു ഡിസൈൻ വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിച്ചണിന്റെ അകത്തേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേ കളർ ഡിസൈനിന്റെ അലുമിനിയം ഫാബ്രിക്കേഷൻ സ്റ്റോറേജ് സ്പേസുകളാണ് ഇവിടെ എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഗ്രാനൈറ്റിന്റെ ടോപ്പ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്ത് സ്റ്റോറേജ് ഏരിയാസ് എല്ലാം തന്നെ വൈറ്റ് കളറിലെ അലുമിനിയം ഫാബ്രിക്കേഷൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ 3 പാളിയുടെ ഒരു വിൻഡോ ഇവിടെ കൊടുത്തത് കാണാൻ കഴിയും. കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന വീടായതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് ലൈറ്റ് കിച്ചണിലേക്ക് എത്തിക്കുന്നതിന് ഈ വിൻഡോ സഹായിക്കുന്നുണ്ട്. 4 വശങ്ങളിലായിട്ടുള്ള വാം ലൈറ്റ് ആണ് കിച്ചണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വാഷ് ഏരിയയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഫ്ലോറിംഗിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് വരുന്ന ഒരു മാറ്റ് ഫിനിഷ് വരുന്ന ഒരു ടൈലാണ് നമ്മൾ ഫ്ലോറിംഗിൽ കൊടുത്തിരിക്കുന്നത്. അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഗ്ലോസി ഫിനിഷിലുള്ള ഗ്രേ ലൈറ്റ് കളർ ടൈൽസ് നമ്മൾ കിച്ചണിന്റെ മുകളിൽ ആയിട്ടുള്ള ഭാഗങ്ങളിൽ കൊടുത്തിരിക്കുന്നു. കിച്ചണിൽ നിന്നും വർക്ക് ഏരിയയിലേക്ക് കടക്കുന്ന ഡോറാണിത്. പണ്ട് കാലത്തെ വീടുകളിൽ ഉണ്ടായിരുന്ന പോലെ 2 പീസായിട്ട് വരുന്ന രീതിയിലാണ് ഇവിടെ ഈ ഡോറ് വഴി സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കിച്ചണിലെ അതേ ടൈല് തന്നെയാണ് വർക്ക് ഏരിയയിലും കൊടുത്തിരിക്കുന്നത്. നല്ല ഓപ്പൺ ആയിട്ടുള്ള വളരെ വിസ്താരമുള്ള രീതിയിലുള്ള ഒരു വർക്ക് ഏരിയ ആണ് ഈ വീട്ടിന് കൊടുത്തിരിക്കുന്നത്. ചുറ്റും നമ്മൾ ഗ്രില്ലാണ്
ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു ബാത്റൂം സൗകര്യം കൂടി കൊടുത്തിരിക്കുന്നു. GIന്റെ സ്ക്വയർ ട്യൂബ്സ് ആണ് ഇവിടെ ഗ്രില്ലിന് ഉപയോഗിച്ചിരിക്കുന്നത്. വർക്ക് ഏരിയയോട് ചേർന്നിട്ടുള്ള സിങ്കാണിത്. ഈ സിങ്കിന്റെ ഈ ഒരു പോർഷനിലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും ഗ്രാനൈറ്റിന്റെ ഒരു പോർഷൻ കൊടുത്തതോട് കൂടിയിട്ട് നമ്മൾ വാഷ് ചെയ്യുമ്പോഴുള്ള വെള്ളം പുറത്തേക്ക് ആവാതെ നമുക്ക് ക്ലീൻ ചെയ്യാനെല്ലാം സുഖത്തിന് പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഒരു പീസ് കൊടുത്തിരിക്കുന്നത്. ഹലോ, എൻ്റെ പേര് ഗുരുരാജ് എന്നാണ്. ഇതെൻ്റെ വൈഫ് ആര്യ, ഇതെൻ്റെ മോൻ ദർശിക. അപ്പോൾ നമ്മളൊരു 3 വർഷം മുമ്പേ നാട്ടിലൊരു വീട് വെക്കണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ബേസിക്കലി മാംഗ്ലൂരാണ് താമസിക്കുന്നത്. മാംഗ്ലൂരിൽ നിന്ന് ഒരു 60 കിലോമീറ്റർ അകപ്പുറം ധർമ്മസ്ഥലം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഇവളുടെ വീട്, എൻ്റെ വൈഫിൻ്റെ വീട് ആലപ്പുഴയും എൻ്റെ വീട് മംഗലാപുരമാണ്. അപ്പോൾ നമുക്കൊരു സെൻട്രലായിട്ട് ഒരു സ്ഥലം ഇവിടെ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഇവിടെ വീട് വെക്കണമെന്ന് ഒരു ആഗ്രഹം വന്നു. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ ലോക്കലൈറ്റ് സൈഡ് നോക്കുമ്പോൾ നമുക്ക് കുറേ കോസ്റ്റ് നമുക്ക് വ്യത്യാസം വന്നത്. തറക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന കുറേ കോസ്റ്റ് കൂടി. അപ്പം നമ്മൾ തറ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ കുറേ നമ്മളിങ്ങനെ യൂട്യൂബിലും ഒക്കെ നെറ്റിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ബിൽഡിംഗ് ഡിസൈനേഴ്സിനെ അവരെ പറ്റി നമുക്ക് അറിഞ്ഞത്. അപ്പോൾ നമ്മൾ ഉടനെ ബിൽഡിംഗ് ഡിസൈനേഴ്സ് നമ്മൾ ചേലാരി ഓഫീസിൽ പോയി, കോഴിക്കോടിലെ ചേലാരി ഓഫീസിൽ പോയി. അവിടെ പോയിട്ട് നമ്മൾ നേരിട്ട് മുരളീധർ സാറിനെ കണ്ട്, മുരളീധർ സാറിന് നമ്മളെ റിക്വയർമെൻറ്റ് സാറോട് പറഞ്ഞിട്ട് സാറ് പക്ഷേങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മളെ ബേസ്, അതായത് സ്ട്രക്ചർ ഓൾറെഡി റെഡി ആയിട്ടുണ്ടായിരുന്നു. അതായത് ഫൗണ്ടേഷൻ ഓൾറെഡി റെഡി ആയിരുന്നു. അതിൻ്റെ മുകളിൽ തന്നെ സാർ പറഞ്ഞു ഓക്കെ നമുക്ക് ഈ കോസ്റ്റിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് 1477 സ്ക്വയർ ഫീറ്റാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് അറൗണ്ട് ഒരു 22,50,000 സാർ പറഞ്ഞത്. അതായത് എക്സ്ക്ലൂഡിങ് സൂപ്പർവിഷൻ ചാർജ്, പിന്നെ എക്സ്ക്ലൂഡിങ് പിന്നെ ഇൻറ്റീരിയർ വർക്ക്, ഇതൊക്കെ കൂടിയിട്ടാണ് സാറ് 22.5 lakhs പറഞ്ഞത്. അപ്പോൾ നമുക്ക് വർക്ക് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഏകദേശം ആ കോസ്റ്റ് തന്നെ ചെറിയൊരു വ്യത്യാസം വന്നത്ര നല്ലതാണ്. ആൾമോസ്റ്റ് ആ കോസ്റ്റ് തന്നെ നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ ഹാപ്പിയാണ്. കാരണം നമുക്ക് ലേബേഴ്സൊക്കെ ഇവിടെ വർക്കേഴ്സൊക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. കാരണം നമുക്ക് അവരെ പറ്റി ഒരു ടെൻഷനില്ല. കാരണം ഓരോ ആൾക്കാർ ഓരോ സ്റ്റേജിൽ വന്നിട്ട് അവർ വർക്ക് ചെയ്യുന്നു, അവർ പോകുന്നു. അപ്പോൾ അവർ ആദ്യം പറഞ്ഞത് നമുക്ക് താമസിക്കാൻ വേണ്ടി ഒരു സൗകര്യം വേണം. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെയുള്ള ഒരു ഷെഡിൽ അവർക്ക് താമസത്തിനുള്ള ഏർപ്പാടൊക്കെ ആക്കിയായിരുന്നു. അപ്പോൾ അവർക്കും അങ്ങനെ അത് വേറെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ട് അവരൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു. ഭക്ഷണമോ കാര്യങ്ങളൊന്നും നമ്മൾ ഇതാക്കേണ്ട ആവശ്യമില്ല, എല്ലാം അവരെന്താ റെഡി ആയിക്കോളും. പിന്നെ നമുക്ക് റിക്വയർമെന്റ്സ് എന്തൊക്കെ നമുക്ക് ആവശ്യം ഉണ്ടായാലും അവരോട് പറഞ്ഞാൽ അവരതിന് നമുക്ക് ചിലപ്പോൾ അറിയില്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തരും, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ചതിൻ്റെ അപ്പുറം നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് നന്ദിയുണ്ട് മുരളീധർ സാറിനോട്, പിന്നെ ബിൽഡിംഗ് ഡിസൈനേഴ്സ്, പിന്നെ അവരുടെ അതായത് കംപ്ലീറ്റ് അതായത് സ്റ്റാഫും അവർ ഫാമിലിക്കും നമുക്ക് എപ്പോഴും കടപ്പാടും. താങ്ക് യു സോ മച്ച് ഫോർ വണ്ടർഫുൾ. വീട് താമസിച്ച ശേഷമുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഞങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച പോലത്തെ ഒരു വീട് ബിൽഡിംഗ് ഡിസൈൻസ് ഞങ്ങൾക്ക് ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ പലയിടത്തും നോക്കി, പക്ഷെ ഈ ഒരു രീതിയിൽ ഞങ്ങൾ വിചാരിച്ച പോലെ ആരും ഒന്നും ചെയ്യാൻ റെഡി ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ബിൽഡിംഗ് ഡിസൈൻസിന് എത്തിയ ശേഷമാണ് ഞങ്ങൾ വിചാരിച്ച രീതിയിൽ ഞങ്ങളുടെ ഡ്രീമിനനുസരിച്ചുള്ള ഒരു വീട് ഞങ്ങൾക്കായി. അതുപോലെ ഒത്തിരി പേരുകൾ വന്ന് കാണുകയും നല്ല അഭിപ്രായങ്ങൾ പറയുകയും എല്ലാം ചെയ്തിട്ടുണ്ട് വീടിനെ പറ്റിയിട്ട്. ഇത് ഇന്റീരിയറും പിന്നെ ഈ ഫോൾ സീലിങ്ങും എല്ലാത്തിനെയും പറ്റി നല്ല അഭിപ്രായങ്ങൾ. അപ്പൊ നമ്മുടെ ഈ വീട്ടിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ബേ വിൻഡോ. അതാണ് നമ്മൾ ആദ്യം ഡൈനിങ് ഏരിയയിനകത്ത് നമ്മൾ 2 എൻട്രൻസ് കൊടുത്തായിരുന്നു. അതായത് വീട്ടിന് 2 എൻട്രൻസ് കൊടുത്തായിരുന്നു. അപ്പോൾ നമ്മുടെ റോഡ് ബാക്ക് സൈഡിൽ വരുന്ന കാരണം നമ്മൾ 2 എൻട്രൻസ് കൊടുത്തു. നമ്മുടെ കുടുംബക്ഷേത്രം ഇവിടെ താഴെ തന്നെയാണ്. അപ്പോൾ ആ കുടുംബക്ഷേത്രത്തിനനുസരിച്ച് നമ്മൾ ഈ ഫ്രണ്ട് നമ്മൾ ഈസ്റ്റ് ഫേസ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ നമുക്ക് അതിനുശേഷം നമ്മൾ ബാക്ക് സൈഡിൽ, അതായത് ബാക്ക് സൈഡിൽ കൊടുക്കുന്ന എൻട്രൻസ് നമുക്ക് എന്തോ സൗകര്യം കുറച്ച് ഡൈനിങ് ഏരിയ കുറച്ച് സൗകര്യം കുറഞ്ഞ പോലെ തോന്നി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെ നമ്മൾ സൂപ്പർവൈസറോട് ചോദിച്ചു, ഇങ്ങനെ അതിന് ബേ വിൻഡോ അങ്ങനെ കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ പുള്ളി പറഞ്ഞിട്ട് പറഞ്ഞു ഇതിൻ്റെ ബേ വിൻഡോ കൊടുത്താലേ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അവിടെ ബേ വിൻഡോ വെക്കാൻ തീരുമാനിച്ചു. അപ്പോൾ വെച്ചതിന് ശേഷം നല്ല സ്പേസസ് നമുക്ക് അവിടെ ഒരുപാട് സ്ഥലം കിട്ടി. പിന്നെ അത് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടായിരുന്നു. കാരണം ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ടു ആ ഒരു സംഭവം, ബേ വിൻഡോ അവിടെ കൊടുത്തത്. പിന്നെ മെയിൻ നമുക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ വരാന്ത, അതായത് അത് ഏറ്റവും വലുപ്പം നമുക്ക് തോന്നി, നല്ല സ്പേഷ്യസ് ആയിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ അതും ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ടു. പിന്നെ മൊത്തത്തിൽ അതായത് നമ്മുടെ വീട്ടിൻ്റെ, അതായത് ഈ ഏരിയയിൽ നമുക്ക് 2-3 പിന്നെ അതിന് ആ സമയത്ത് തന്നെ നമുക്ക് വീട്ടിൽ കൊണ്ട് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോൾ 3-4 പേര് വന്നായിരുന്നു.
ഇത് ആരായിട്ടാണ് നിങ്ങൾ ഇതാക്കിയെന്നൊക്കെ ചോദിച്ചു. പിന്നെ കോസ്റ്റ് വൈസ് പിന്നെ എല്ലാം, അതായത് ഫിനിഷിംഗ് ഒക്കെ കണ്ടിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് ഇങ്ങനെ, എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ US വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ വന്നിട്ട് അവനും അങ്ങനെ അവൻ്റെ അച്ഛനും അമ്മയൊക്കെ വിട്ടുകൊണ്ട് വന്ന് അവൻ്റെ ഏച്ചിയൊക്കെ വന്നിട്ട് ഭയങ്കര വളരെ ഇഷ്ടപ്പെട്ടവർക്ക് ആ വീട്, നല്ല അഭിപ്രായം പറഞ്ഞവർ. അപ്പോൾ നമ്മൾ ഹാപ്പിയാണ്. നമ്മളെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും അതായത് വളരെ ഇഷ്ടപ്പെട്ട ഒരു വീടായി ഇത്. താങ്ക്സ് ടു ബിൽഡിംഗ് ഡിസൈനേഴ്സ്. സാധാരണയായി ബിൽഡിംഗ് ഡിസൈനേഴ്സിന്റെ കമന്റ് ബോക്സിൽ വരുന്ന ഒരു സംശയമാണ് തറപ്പണി കഴിഞ്ഞ ശേഷം ബിൽഡിംഗ് ഡിസൈനേഴ്സ് പണി ഏറ്റെടുക്കുമോ എന്നുള്ളത്. അതിനൊരു ഉദാഹരണമാണ് എന്റെ പുറകിൽ കാണുന്ന ഈ വീട്. 1477 ചതുരശ്ര അടിയിൽ 23 ലക്ഷം രൂപയ്ക്ക് പണി കഴിപ്പിച്ച 3 കിടപ്പുമുറികളോട് കൂടിയ ഈ വീട് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബഡ്ജറ്റ് ഹോംസിന്റെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ബഡ്ജറ്റ് വീടുമായി കാണുന്നതുവരെ ദിസ് ഈസ് അപർണ ഷിബിൻ സൈനിങ് ഓഫ്.